ലിവിങ് ടുഗദർ ആവുമ്പോ ലൈസൻസ് ഇല്ല, രണ്ടുപേരും ഈക്വലാ. ആർക്ക് വേണേ ഇട്ടിട്ട് ആരെ വേണേ ഇട്ടിട്ട് പോവാം എപ്പോ വേണമെങ്കിലും. മറ്റേ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതും ആ ഒരു ഇതുണ്ടല്ലോ, അതിന് വലിയ ത്രില്ല് അങ്ങനെ കുറഞ്ഞു വരും. കട്ട് തിന്നുമ്പോ ഒരു സുഖമുണ്ട്, ഒരു മറവ് ഉണ്ടാവുമ്പോ അത് എത്രയായാലും അതിന്റെ ഒരു സുഖം വേറെ. അപ്പൊ അങ്ങനെ കട്ട് തിന്നിട്ടുണ്ടെന്നാണോ പറയുന്നത്? പിന്നെ എന്താ, ഞാൻ സത്യം പറയുന്ന ആള്. ചിമ്മിനി അല്ല മെൻമിനി ആള് കൊള്ളാലോ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു സുഖം മനസ്സിലായത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായപ്പോഴേക്കും വൈഫ് പ്രഗ്നന്റ് ആയി. രണ്ടുപേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നു. അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ആക്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രിവെൻഷനൊക്കെ നല്ലതാണ്. പക്ഷെ ആ നേരത്തെ ഒന്നും നടന്നില്ല. ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറയും, അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ്, കിടക്കുമ്പോഴും നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ്. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 19 സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങും. സിംഗിൾ ആയിട്ടും ഗ്യാങ് ആയിട്ടൊക്കെ പോയി ഇടിക്കുക, സിനിമയെ കാണുന്ന പോലെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. ഞാൻ സോറി പറഞ്ഞു. ആളിറങ്ങി അപ്പോഴേക്കും തല്ലാൻ അങ്ങോട്ട് വരികയാണ്. പൂ പറഞ്ഞിട്ടാണ് വരുന്നത്. സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും തല്ലാൻ വരികയാണ്. പിന്നെ കൊളനയിൽ നല്ല കൊടുക്കല്ലേ എന്ന് വെച്ചിട്ട് പടപടാന്ന് റോട്ടിലിട്ട് അങ്ങോട്ട് കൊടുക്കും. സുരേഷ് ഗോപി എന്ന് പറയുകയാണെങ്കിൽ ബോച്ച എന്ത് ടൈറ്റിൽ ആയിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടാവുക? ഞാനത് അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പുള്ളിയെ കുറിച്ച് വരുന്നത് പുലിമുരുകൻ. അപ്പൊ ആൾക്കാർ ട്രോളാക്കി പട്ടിമുരുകൻ എന്ന് പറഞ്ഞിട്ട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആയിട്ട് താങ്കൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് താങ്കളുടെ കൂടെ ഒരു ടീം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യണത്? അല്ല, എന്റെ ഈ ഐഡിയാസ് ഒക്കെ എന്റെ തന്നെയാണ്. ഓക്കെ, പ്ലാനിങ് ഒക്കെ. പിന്നെ അത് ആക്ഷനിലേക്ക് വരുമ്പോൾ ആ പ്ലാൻ ഓഫ് ആക്ഷൻ ആക്കാൻ വേണ്ടി ചെയ്യാനായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടാവും. ക്യാമറ ഷൂട്ട് ചെയ്യാനുണ്ടാവും, ഒരാൾ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള വർക്കുകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഐഡിയാസും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ. ഇനി ഈ ബോച്ചെ സ്റ്റൈൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ ഈ ഒരു ബോച്ചെ സ്റ്റൈൽ, ഈ ഒരു യുണീക് സ്റ്റൈലും ഇതും ബോച്ചയുടെ തന്നെ ഒരു ഓൺ ക്രിയേഷൻ ആണോ? ഇങ്ങനെ ഒരു ഇതെന്റെ ക്രിയേഷൻ അല്ല, ഇതെന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ്. പഴയ കാലത്ത് ഇതൊക്കെ അതിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നിയത് വെക്കി. അല്ല, അതിപ്പോ എനിക്ക് ഐഡിയ വന്നത് ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്ന ആയതുകൊണ്ട് പുള്ളിയായിട്ടുള്ള ഒരു അടുപ്പം. എനിക്ക് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ 5 പൈസ 3 പൈസ ഒക്കെ തരും മിഠായി വാങ്ങാം ആ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ആളുടെ കാല് ഒഴിഞ്ഞു കൊടുക്കും ഞാൻ. കാലില് നീരുണ്ട്. അപ്പൊ എരിക്കിന്റെ ഇല സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ പറയാം അപ്പാപ്പൻ. അപ്പൊ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോ അതിന്റെ അടുത്താണ് ശവക്കൊട്ട. അവിടെ ഈ എരിക്കിന്റെ ഇലയുണ്ട്, ഒരു പശ പോലെ. അപ്പൊ ഇല പഠിച്ച് കൊണ്ടുവരും. അത് ഇട്ടിട്ടാണ് കുഴമ്പ് എന്തോ ഉണ്ടാക്കുക അമ്മ. എന്നിട്ട് അത് കാലുമിട്ട് ഒഴിഞ്ഞു കൊടുക്കണ പണി. അപ്പൊ 5 പൈസ 3 പൈസ തരും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പഴയ കാലത്തെ ഓർമ്മകളും ബന്ധങ്ങളും ഒക്കെ നമുക്ക് വാല്യൂ ആണല്ലോ. മനുഷ്യ സ്നേഹം, ബന്ധം. എനിക്ക് ആരോടെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോ ഗ്രാൻഡ് ഫാദറാണ്, അല്ലെ ഇപ്പോൾ ആരോട് ഇഷ്ടം വന്നാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് അതൊരു ഇതാണ്. അയാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു പോകും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാര് ഞാൻ അറിയാതെ അയാളുടെ സ്റ്റൈലിൽ സംസാരിക്കുക, പുറത്തല്ല ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതേപോലെയൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അയാളിൽ ഒരാളായിട്ട് മാറും ഞാൻ. അപ്പൊ ഞാനിത് ഡ്രസ് ഇട്ടിട്ട് കണ്ണാടിയിൽ നോക്കും. എന്നിട്ട് ഞാൻ ഇനാശു അപ്പാപ്പൻ എന്നാ പറയാ. ഇനാശു അപ്പാപ്പനായിട്ട് ഞാൻ നോക്കാം. എന്നിട്ട് ഞാൻ തന്നെ ഞാൻ ഇനാശു ആണ്. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഇഷ്ടമുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക, അവരെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങിയത്. ഇടയ്ക്കൊക്കെ ഇടാറുള്ളായിരുന്നു. പിന്നെ ഇട്ടിട്ട് അത് അങ്ങോട്ട് സെറ്റായി. പിന്നെ ആൾക്കാർ അത് സ്വീകരിച്ച് നമുക്കൊരു യൂണിഫോം തന്നു. ഇനിയിപ്പോ മാറാനും പറ്റാത്തൊരു ഇതാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാ ഡിസ്കോ ഡാൻസിനോ അത് ഫോറിനിൽ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പേ ഉള്ളൂ. അതർവൈസ് ഇപ്പൊ ഇത് സെറ്റാണ്. ഈ ടൈറ്റ് ആയിട്ടുള്ള ഒക്കെ ഇടുമ്പോ എനിക്ക് ഭയങ്കര കംഫർട്ട് ഇല്ല. നമുക്ക് ഇനി ഒരു വീഡിയോ കോളിലേക്ക് നോക്കാം.
തരത്തിലുള്ള ഒരു ആഡംബരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കല്യാണം. എന്തായിരുന്നു അങ്ങനെ ഒരു ഇത് കോവിഡ് കാലമായിരുന്നല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കൂടാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആഡംബരം കുറച്ചതെന്നാണോ? അല്ല, അപ്പൊ അത് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. പിന്നെ അപ്പൊ ഇന്നത്തെ അത് കാലത്തായിരുന്നെങ്കിൽ കഴിഞ്ഞിട്ട് വേറെ സമയത്ത് ഇതിന്റെ പാർട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും മകൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. സ്വർണ്ണ ഇടാനോ വലിയ പാർട്ടി നടത്താനോ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. അത് അപ്പാന്നാ വിളിക്കുക തന്നെ. എന്താന്ന് വെച്ചാൽ ചെയ്തോ, കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക, കുറച്ച് പാവങ്ങളുടെ കല്യാണം നടത്തി. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സമൂഹ വിവാഹം നടത്തിയാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. കുറെ പേർക്ക് 10 പവൻ വെച്ച് കൊടുത്തിട്ട് ഒരു 101 പേരെ വിളിച്ചിട്ട് ആളുടെ ഒപ്പം എല്ലാവരും കൂടെ ഒരു അങ്ങനെയൊക്കെ ആലോചിച്ചു. പിന്നെ ആ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് അതൊന്നും പറ്റിയില്ല. സാധിച്ചില്ല. ഓക്കെ അങ്ങനെ ഉള്ള ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തിലുള്ള കല്യാണങ്ങൾക്ക് പോകുമ്പോഴും എവിടെ പോയാലും എപ്പോഴും ബോച്ചയുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയണത് ഇതാണ് അല്ലേ? ഇത് തന്നെയാണ്. എന്ത് അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂമിന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോ ഇതല്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റിന് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ എത്ര രൂപ വരും ഈ ഒരു കോസ്റ്റ്യൂമിന്? ഈ കോസ്റ്റ്യൂമിന് എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ ഒരു 10,000-ന്റെ ചോട വരും. ആണല്ലേ? സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് എല്ലാം. അതെ. ഓക്കെ. അപ്പൊ ഇതില്ലേ ഈ സൈഡിൽ ഇവിടെ പ്രിന്റിലുണ്ടല്ലോ, അതാ മറ്റേ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മാരത്തൺ പോയതിന്റെ അല്ലേ? പക്ഷെ നേരത്തെ വന്നപ്പോഴും ഇത് റണ്ണിന്റെ റെക്കോർഡാണ്. മറ്റേത് വേൾഡ് പീസ് ഗിന്നസ് റെക്കോർഡ്. മറഡോണ കൂടെയുള്ള ഫോട്ടോ. അപ്പൊ ഇത് പണ്ട് നേരത്തെ ഇതേപോലെ വൈറ്റ് മുണ്ടിൽ ഇങ്ങനെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു. ഇതിപ്പോ ഞങ്ങള് ഇവിടെ ഇപ്പൊ കുറച്ച് ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഗാർമെന്റ് ഫാക്ടറി ഉണ്ട് തിരുപ്പൂര്. അപ്പൊ അവിടെ പല സാധനങ്ങളുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും ഫിജി കാർഡിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഇത് കുറെ പേര് ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ മുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾസ് ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ചെയ്തതാണോ ഈ ഒരു റൈറ്റിംഗോട്? കുറച്ചായിട്ടുള്ളൂ ഇപ്പൊ. ഓക്കെ. മറഡോണ കണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം മുണ്ടിൽ ഇങ്ങനെ ചെയ്തതും ഈ ഒരു ഡിസൈൻ? അതേ ഉള്ള സമയത്തില്ല, ആ സമയത്ത് പ്ലെയിനാ. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള കുറെ ഫോട്ടോസും കുറെ കാര്യങ്ങളും ഇതെല്ലാം അന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു യുണീക്ക് ഒരു ഐഡിയ ഞാൻ ചെയ്യുന്നതില് അങ്ങനെ ഒരു അങ്ങനെ എനിക്ക് ഫുൾ ഫ്രീഡം തന്നുണ്ട്. വളരെ ക്ലോസ് ആണ്. അപ്പൊ ഞാൻ പലതും ചെയ്യാറുണ്ട്. പുള്ളിക്ക് അങ്ങനെ അയച്ചു കൊടുക്കും സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആളിങ്ങനെ സൈനൊക്കെ ഇട്ടിട്ട് അയക്കും. വളരെ നല്ല ക്ലോസ്. കാരണം ഒരുപാട് നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ എല്ലാത്തിലും തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഓക്കെ. ഇനിയിപ്പം ഈ ഹെഡ് ബാൻഡ് വെച്ചിരിക്കുന്നതിന്റെ ഇതോ ബോച്ചെ എന്നും പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഇത് ഈ യാചകയാത്ര തുടങ്ങിയപ്പോ ഈ മുടി ഇങ്ങനെ പാറ് ഒരു മുഖത്തേക്കൊക്കെ വരുമല്ലോ, അപ്പൊ ബുദ്ധിമുട്ടാ. അപ്പൊ ഞാന് ഈ ബാൻഡും പിന്നെ ഇവിടെ ഇതും. അതെന്താ അത് ഈ മുടി വെക്കുന്നത് കണ്ടിട്ടില്ലേ? ബിഗ് അല്ല, ഈ എന്താ ഹെയർ ബാൻഡ് ആണോ? ഹെയർ ബാൻഡ്. ഓ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ മുടി ബിഗ്. അല്ലല്ല, ബിഗ് ഒന്നും ഇല്ല, എല്ലാം ഒറിജിനലാണ്. മുടി ഇനിയും വളരണമെങ്കിൽ ഈ ബോച്ച ഹെയർ ഓയിൽ തേച്ചാൽ മതി. പുതിയ സാധനം ഇറങ്ങുന്നുണ്ട്, പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. എയർ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അതെ. പിന്നെ ബോച്ച എനർജി ഡ്രിങ്ക്. ഇത് രണ്ടുമാണ് ഇനിയിപ്പോ പുതിയതായിട്ട്. അടുത്ത മാസം ഉണ്ടാവും. ഇപ്പൊ ഈ ബോച്ച ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടല്ലോ, ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ബ്രാൻഡില് ഫ്രാഞ്ചൈസി കടകൾ കൊടുക്കുന്നുണ്ട്. ഒരു 9,000 ഫ്രാഞ്ചൈസി എൻക്വയറി വന്നിട്ടുണ്ട്. അത് ഇപ്പൊ 7 എണ്ണം ഞാൻ ഉദ്ഘാടനം ചെയ്തു ബോച്ചെ ടീയുടെ. ഇനി ബാക്കി എല്ലാ ജില്ലയിലും 10 എണ്ണം വെച്ചാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ ആ കടയില് ബോച്ചെ ടീ പ്ലസ് ഹെയർ ഓയിൽ പ്ലസ് ബോച്ചെ എനർജി ഡ്രിങ്ക്, ഇത് 3ആണ്. അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കോളിലേക്ക് ഒന്ന് പോവാം. നമ്മളെയൊക്കെ തോന്നിവാസികൾ എന്നാ വിളിക്കുന്നത്. കാരണം നമ്മളൊക്കെ തോന്നുന്നത് ചെയ്യുന്നവരാണ്. എന്താ ബോച്ചയുടെ അതിനകത്ത് തന്നെ എഴുതി വെച്ചിരിക്കണത് തോന്നിവാസി. അത് നമ്മള് തുടക്കത്തിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ അതിനെ കുറിച്ച് ബോച്ച ഒന്ന് ഹിന്റ് ചെയ്തിരുന്നു, നമുക്ക് തോന്നുന്നത് ചെയ്യുന്നത് കൊണ്ടാണല്ലോ എന്നുള്ളത്. അതെ. ഇങ്ങനത്തെ ഓരോ ഐഡിയാസും ഇതൊക്കെ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പം അങ്ങനെ ഒരു ഇത് ചെയ്യാൻ അപ്പൊ തന്നെ പ്രീ പ്ലാൻഡ് അല്ല ഒന്നും. ഇതിപ്പോ അവിടെ പോയി ഒരു എസ്റ്റേറ്റ് അവിടെ ഇങ്ങനെ കറങ്ങി കമ്പനിയൊക്കെ അടിച്ച് നോക്കുമ്പോ അവിടെ ജീപ്പൊക്കെ ഉള്ള പിള്ളേരുണ്ട്, ഇങ്ങനെയൊക്കെ പോണ
അവരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ടപ്പോ അതിൽ കയറിയിരുന്ന് അങ്ങനെ just ആ നേരത്ത് തോന്നുന്ന ഓരോന്നും അപ്പൊ തോന്നി അതങ്ങ് നിമിഷ ചെയ്യുന്നു കവിയാണ്. ഓ നിമിഷ കവി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബോച്ചയുടെ ആ ഒരു ആക്ഷനും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബോച്ചെ തന്നെ അത് വെൽക്കം ചെയ്യുന്നു. ആ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത് തോന്നിവാസി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലാണ്. ഞാൻ വേറെ ഇതേപോലെ തന്നെ ഞാൻ വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം. അപ്പൊ അവർക്ക് പറ്റുന്ന ഇതേപോലത്തെ ഒരു ടൈറ്റിൽ പെട്ടെന്ന് മാച്ച് ചെയ്യുന്നുള്ളവരെന്ന് പറയാമോ? അവർക്ക് പറ്റണ ആ ടൈപ്പ് അവരുടെ പേരിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ സിനിമക്കാരുടെയാണോ? ആണോ? ആ സിനിമാക്കാരുടെ. ഈ സിനിമക്കാരായിട്ടുള്ള അടുപ്പം കളയണോ ഞാൻ? ഏയ് അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഇതായിട്ട്. നോക്കാം, പറ്റുന്നാണെ പറയാലേ പറയില്ല. അപ്പൊ ആദ്യത്തെ സുരേഷ് ഗോപി എന്തായിരിക്കും ഒറ്റ ഇതേപോലെ ഒരു ടൈറ്റിൽ കൊടുക്കാനാണെങ്കിൽ എന്ത് ടൈറ്റിലായിരിക്കും കൊടുക്കുക? ടൈറ്റിൽ പറഞ്ഞ സിനിമയ്ക്കാണോ അല്ലല്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ നമ്മളിപ്പോ ബോച്ചയ്ക്ക് തോന്നിവാസി എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കണ്ടില്ലേ? അതേപോലെ സുരേഷ് ഗോപി എന്ന് പറയുകയാണെങ്കിൽ ബോച്ച എന്ത് ടൈറ്റിലായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടാവുക? ഞാനത് അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പുള്ളിയെ കുറിച്ച് വരുന്നത് അതൊരു സെന്റൻസ് ആയില്ലേ, ഒരു ടൈറ്റിൽ ഇതേപോലെ ഒരു ഒരൊറ്റ വാക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ തോന്നിവാസി ബോച്ചേടനകത്ത് കണ്ടോ ആക്ഷനിൽ ആ പിക്ചറിൽ വന്നപ്പോ അവിടെ തോന്നിവാസി അതായിരുന്നു അതിന്റെ ടൈറ്റില്. അതേപോലെ സുരേഷ് ഗോപി വന്ന് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊരു ടൈറ്റിൽ ആയിരിക്കും? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയണ്ട. ഓക്കെ ശരി. കാരണം അതൊക്കെ നമ്മൾ ഈ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നോണ്ട്. ഓക്കെ അപ്പം അല്ല, ഞാൻ തമാശക്ക് പറയാം, ആൾക്കും തമാശയായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കാം. എന്നാലും ചിലപ്പോ ആൾക്കാരാവും ഇത് ചൊറിഞ്ഞോണ്ടിരിക്കുക. സെൻസ് ഉള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. ഇതിന്റെ ഇടയിൽ കുറെ പേര് ഇരുന്നിട്ട് അത് എടുത്തിട്ടിട്ട് ഇനി നാളെ വൈറലാക്കി അവസാനം ശത്രുത ഉണ്ടാക്കാൻ നോക്കും. വെറുതെ വേണ്ട. ശരി, നമുക്ക് ആ ഒരു സെഗ്മെന്റ് വേണ്ട, വിട്ടേക്കാം. ഇനി പോച്ചേ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോ എന്താണെന്ന് പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി ഓരോ ഫോട്ടോസും. ഇത് എപ്പോ കുറെ സമയത്ത് ഭയങ്കരമായിട്ട് പട്ടികള് കടിക്കലും പിടിക്കലും സ്ട്രേ ഡോഗ്സിന്റെ സമയത്ത് സമയം വന്നു. അപ്പൊ ഞാനിതൊരു 100-100 ചില്ലാനത്തിന്റെ ബീച്ചിൽ നിന്ന് അവിടെ നിന്നൊക്കെ നേരിട്ട് പോയി പിടിച്ച് വയനാട്ടിൽ എനിക്കൊരു 10 ഏക്കർ ലാൻഡ് ഉണ്ട്, അവിടെ കൊണ്ടിട്ടു. ആ പിടുത്തത്തിന്റെ ഭാഗമാണ്. അന്ന് എന്തോ ഒരു മോഹൻലാലിന്റെ ഒരു പടം വന്നിട്ടില്ലേ, പുലിമുരുകൻ. അപ്പൊ ആൾക്കാര് ട്രോളാക്കി പട്ടിമുരുകൻ എന്ന് പറഞ്ഞിട്ട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത പിക്ചർ നോക്കാം. ഇത് കോഴിക്കോടുള്ള പുവർ ഹോം ആണ്, ലൈഫ് വിഷൻ. അവിടെ മുമ്പൊക്കെ ഇടയ്ക്ക് പോയിട്ട് ഈ കാലൊക്കെ ക്ലീൻ ചെയ്യും, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക, അവർക്കൊന്ന് കഞ്ഞി കൊടുക്കുക, അവരുടെ കൂടെ ഡാൻസ് കളിക്കുക, അവരുടെ കൂടെ കൂടുക, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ചെയ്തിരുന്നത് മുമ്പുള്ളതാണ്. ആണല്ലേ? ഇപ്പൊ അങ്ങനെ പോവാറുണ്ടോ? ഇപ്പൊ കുറവാണ് പോക്ക്. ഓക്കെ ശരി, അടുത്ത പിക്ചർ. കാവ്യ കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനത്തിന്റെയാണ്. എന്തിന്റെയാന്ന് ഓർമ്മയുണ്ടോ? ജ്വല്ലറിയുടെ തന്നെ എല്ലാവരും വന്നു പോയിട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഫോട്ടോ. സ്കൂളിൽ പഠിക്കുന്നതാണ്. 3-ാം ക്ലാസ് ആയിരിക്കും, 2-ാം ക്ലാസ് 3-ാം ക്ലാസ്. ഇതോ ആണോ? വളരെ ചെറുപ്പത്തിലുള്ള. ഓക്കെ. ഇത് മകളും മരുമകനും. ഓക്കെ. മോളുടെ പേര് അന്ന, മോന്റെ പേര് സാം. ഓക്കെ. ഇപ്പൊ അവര് എവിടെയാ? തൃശ്ശൂർ തന്നെ താമസിക്കണേ. ഓക്കെ. ഇതിനിടയിൽ ഇതെന്താണ് ഈ സംഭവം? ഇത് സുബിയായിട്ട് കൈരളിയിലാന്ന് തോന്നുന്നു എനിക്ക്. ഓണത്തിന് സുബിയുടെ കൂടെ ഒരു ഷോയില് എന്തോ വന്നിരുന്നു. ലാസ്റ്റ് ഷോ ആയിരുന്നു. അതിനുശേഷം സുബി അതുകൊണ്ട് മരിച്ചതല്ല, എനിക്ക് തോന്നുന്നു. ആ ഷോ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാര്യമായിട്ട് ഷോ ഒന്നും ചെയ്തിട്ടില്ല, ടിവിയിലൊന്നും പോവാറില്ലേ വിളിക്കുമ്പോ. അതെന്താ? അങ്ങനെയില്ല, എനിക്ക് ഓരോ സമയത്ത് അങ്ങനെ ചില സമയത്ത് തോന്നും ചെയ്യാൻ, അപ്പൊ പോയി ചെയ്യും, ചിലപ്പം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മൂഡില്ല, അതുകൊണ്ട് ഈ ടി വി ചാനലൊന്നും പോവാറില്ല. ഒരു മൂഡ് വന്നാ അങ്ങ് പോയി ചെയ്യും, ഇറങ്ങും. ഓക്കെ ശരി. ഓക്കെ, വേറൊരു ഫോട്ടോയും കൂടെ ഉണ്ട്, നമുക്കത് നോക്കാം. മറഡോണ. ഇനി ഇതാണ് ഫോട്ടോ. ഓക്കെ, യെസ്. അപ്പോ ആ ഫോട്ടോയിലൂടെ നമ്മൾ ആ നിമിഷങ്ങൾ, സുന്ദര നിമിഷങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്നായി ഇറക്കി കണ്ടു. ഇനി നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഇനി നമ്മുടെ ഏകദേശം നമ്മുടെ പ്രോഗ്രാമിന്റെ ഇൻറ്റിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ലൈഫ് കാർഡ്സ് ആണ്. ഈ ലൈഫ് കാർഡ്സിനകത്ത് ഓരോ കാർഡിനകത്തും ഓരോരോ ചോദ്യങ്ങളുണ്ട്. അതെന്താണെന്ന് ബോച്ചയെ തന്നെ ഒന്ന് വായിച്ചിട്ട് അതിന് ബോച്ചയുടെ ഇതേപോലെ തന്നെ ബോച്ചയുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്താണെന്ന്. Sometimes I feel like
ഐ ആം എ ബാഡ് പേഴ്സൺ. എന്താ പറയണ്ടേ അപ്പൊ? എപ്പോഴെങ്കിലും ബോച്ചയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ പിന്നെ ആണോ? തോന്നി. അപ്പൊ അങ്ങനെ ഞാനൊരു ബാഡ് പേഴ്സൺ ആണ്, ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുമ്പോ എന്താ ചെയ്തിട്ട് അപ്പൊ ബോച്ച ആ അത് ബാഡ് സ്റ്റേജിൽ നിന്നും ഞാനീ ഗുഡിലേക്ക് വരാനായിട്ട്? വെള്ള വസ്ത്രമൊക്കെ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നില്ല. ഭയങ്കര ക്ഷമയൊന്നും ഇല്ലാത്തവനായിരുന്നു. ഭയങ്കര അറഗന്റ് ആയിരുന്നു. ഐ വാസ് അപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇപ്പൊ ഈ ഒരു ഓർമ്മ പെട്ടെന്ന് വരുന്നത്, ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-50 സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങും. സിംഗിളായിട്ടും ഗ്യാങ് ആയിട്ടും ഒക്കെ പോയി ഇടിക്കുക. സിനിമയെ കാണുന്ന പോലെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്, ആക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് കാറിൽ പോകുമ്പോൾ ജസ്റ്റ് വേറൊരു വണ്ടിയായിട്ട് ചെറുതായിട്ട് അറിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ സോറി പറഞ്ഞു. മിസ്റ്റേക്സ് രണ്ടുപേരെയും കൂടിയിട്ടാണല്ലോ അറിയണത്. എക്സാക്ട്ലി ആരുടെയാണെന്നൊന്നും അറിയില്ല. ചെറുതായിട്ട് ഞാൻ സോറി പറഞ്ഞു. ആളിറങ്ങി അപ്പോഴേക്കും തല്ലാൻ അങ്ങോട്ട് വരികയാണ്. പൂ പറഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും തല്ലാൻ വരികയാണ്. പിന്നെ കൊളനയിൽ നല്ല കൊടുക്കല്ലേ എന്ന് വെച്ചിട്ട് പടപടാന്ന് റോട്ടിലിട്ട് അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പക്ഷേ ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെ തല്ലിൽ ഇങ്ങോട്ട് ഇടിക്കും, അതിന് മുമ്പ് കൊടുത്തതാണ്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടാവുമ്പോ ക്ഷമയില്ലാത്ത അവസ്ഥ ഇങ്ങോട്ട് വന്നാ കൊടുക്കുകയാണ്. അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ദാറ്റ് ടൈം ഐ ഫീൽ ലൈക്ക് കുറച്ച് കഴിയുമ്പോ തോന്നി റിയലി ബാഡ് എന്നൊക്കെ തോന്നാറുണ്ട് പലതും കഴിഞ്ഞു കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നീട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം സെൽഫ് കൺട്രോൾ ചെയ്യാൻ നോക്കി ഇത്തരത്തിലുള്ള ഭയങ്കര ക്ഷമയല്ലേ. ഇപ്പൊ വെള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം വളരെ ഒന്ന് അടിച്ചു നോക്കിയാണെങ്കിൽ തിരിച്ചടിക്കില്ല. ഉറപ്പായിട്ടും. ഇപ്പൊ വെള്ള വസ്ത്രം പോലെ തന്നെ വേണ്ട നല്ല ശക്തിയിൽ ഒരെണ്ണം തന്നാ ആണല്ലേ, തിരിച്ചടിക്കില്ല. ഇല്ല. ഓക്കെ, ശരി. അടുത്ത ഭയങ്കര ക്ഷമയാണ്, അതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത കാർഡിലേക്ക് പോയിക്കോ. We are responsible to be respected. അങ്ങനെ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ റെസ്പെക്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഷ്യസ്ലി പല പല കാര്യങ്ങളും ബോച്ച് ചെയ്യാറുണ്ടോ? രണ്ടും ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾക്ക് അതിന്റെ അംഗീകാരം കിട്ടണം, സ്നേഹം കിട്ടണം, റെസ്പെക്ട് കിട്ടണം. ചിലത് ഈ തോന്നിവാസിയെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറെ പേര് നമ്മളെ മോശമായിട്ട് പറയണം, തെറി വിളിക്കണം, ട്രോള് വിളിക്കണം, നെഗറ്റീവ് പറയണം. അത് കേട്ടിട്ടും നമ്മൾ എൻജോയ് ചെയ്യും. അതിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇതൊരു പ്രത്യേക അവസ്ഥയാണ് ഇത്. മനസ്സിന്റെ എന്താ ഒരു ലാലേട്ടന്റെ ഡയലോഗ്, മനസ്സിന്റെ പല വ്യത്യസ്തമായ അഭിനിവേശങ്ങൾ ആണ് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു മണിച്ചിത്രത്താഴില്. അതിന്റെ ഇതിൽ ചെയ്യുന്ന ഓരോ നമ്മള് അവസ്ഥാന്തരങ്ങൾ, മനസ്സിന്റെ വ്യത്യസ്തമായ അവസ്ഥാന്തരങ്ങളിലൂടെയാണ് ട്രാവൽ ചെയ്യണത്. അതിന്റെയാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ബോംബെയില് ഈ നമ്മളെ എല്ലാവരും പുകഴ്ത്തുമ്പോൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. പക്ഷേ നമ്മളെ നെഗറ്റീവായിട്ട് പറയുമ്പോഴും എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന അവസ്ഥകളുണ്ട്. പല അവസ്ഥകളുണ്ട് മനുഷ്യന്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ അടിച്ചാൽ വേദനിക്കല്ലേ ചെയ്യാം. അവരോട് വേദന നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ബോംബെയിൽ ചെല്ലുമ്പോൾ രാവിലെ തന്നെ ആള് റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക, പെട്ടെന്ന് അടി ഇങ്ങനെ ചാട്ടവാറ കൊണ്ട് അടിക്കുക, ചിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോ ഷർട്ട് ഇടാണ്ട് നിന്നിട്ടൊരു ചാട്ടവാറ എടുത്തിട്ട് അയാൾ സ്വയം അടിക്കുക, എന്നിട്ട് ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ കഥ? അപ്പൊ പുള്ളി ഒരു ആസാമിയാണ്. ആസാംകാരനല്ല, ഒരു പ്രത്യേക മെന്റാലിറ്റിയുള്ള ആളാണ്. പുള്ളി പറഞ്ഞു തന്നത് ആളുടെ ജീവിതത്തിൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആള് പറയുന്നത് നമ്മൾ സ്വയം വേദനിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ച് പഠിച്ചാൽ ഈ വേദന മറികടന്ന് നമുക്ക് ചിരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ പല വേദനകൾ വരുമ്പോഴും ഇപ്പൊ നമ്മൾ ഒരാൾ വീണു, കാലൊടിഞ്ഞു, അല്ലെങ്കിൽ അത് അയ്യോ എന്ന് പറഞ്ഞ് ഓളിയിട്ട് കരയും. അതിന് പകരം നമുക്കൊരു അപകടം വരുമ്പോൾ, പലതും വരുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ, എനിക്ക് തോന്നിയത് ഇയാൾക്ക് വട്ടാണെന്ന്. കാരണം ഞാൻ എന്നിട്ട് പലതും ചെയ്ത് നമ്മൾ ഓരോന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വേദന ഉണ്ടാവുമ്പോൾ ചിരിച്ചു പഠിച്ചാൽ നമുക്ക് ചിരിക്കാൻ കഴിയും. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയല്ലേ. ഇപ്പൊ സ്വിമ്മിങ് പഠിക്കുകയാണ് നമ്മള്.
അപ്പോൾ നമ്മൾക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്, സൃഷ്ടിയിലുണ്ട്, നമ്മുടെ ബ്രെയിനിൽ ഇതിലൊക്കെ ഉണ്ട്. എന്താണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതാണ് നമുക്ക് പറ്റുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യം പറ്റും. അപ്പോൾ വേദന വരുമ്പോൾ ചിരിച്ച് പഠിച്ചാൽ നമുക്ക് ചിരിക്കാൻ പറ്റും. ഇറ്റ്സ് പോസിബിൾ, ഐ പ്രൂവ്ഡ്. അതുപോലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ നടക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങനെ നടന്നു പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ചിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നെഗറ്റീവ് പറയുന്നത് ഈ പൊട്ടന്മാരൊക്കെ എന്തൊക്കെയോ പറയുന്നു, ഇവരൊക്കെ വിഡ്ഢികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തോന്നും. അവർക്ക് തോന്നുന്നത് നമ്മൾ വിഡ്ഢികളാണ്, ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇവര് വിഡ്ഢികളാണ്. അപ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്ത് ചിരിച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വേദന എൻജോയ് ചെയ്യാൻ പറ്റും, അസ്വസ്ഥതകൾ എൻജോയ് ചെയ്യാൻ പറ്റും. അതൊരു മെന്റലാന്നൊക്കെ പറയും, ചിലപ്പോൾ മെന്റലാവാം. എന്ത് സ്റ്റാറ്റസ് ആയാലും ആയ അവസ്ഥയെ ഉൾക്കൊണ്ട് അത് സ്വീകരിച്ച് ഒരു അക്സെപ്റ്റിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും അതിനെ പാകപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയി ഏത് അവസ്ഥയിൽ അത് സ്വീകരിച്ച് മുമ്പോട്ട് പോകാവുന്ന ഒരു സംവിധാനത്തിൽ എത്തിച്ചേരുക എന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും സാധ്യമാണ്. അടുത്ത കാർഡിലേക്ക് പോ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെയാണോ തോന്നുന്നത്? പ്രിവെൻഷൻ നല്ലതാണ് എന്നോർത്തിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും പ്രിവെൻഷൻ എടുത്തോടെ എന്ന് പറഞ്ഞ അവിടെ എനിക്ക് തോന്നണത് അത് നല്ലതാണെങ്കിൽ ഇതൊന്നും സാധ്യമാവില്ല. അപ്പൊ എനിക്ക് തോന്നണ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായപ്പോഴേക്കും വൈഫ് പ്രഗ്നന്റ് ആയി. രണ്ടുപേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നോ? അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു. പക്ഷെ കോണ്ടോ സാധനങ്ങളൊന്നും ആ നേരത്തെ ഉപയോഗിക്കാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ആക്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രിവെൻഷനൊക്കെ നല്ലതാണ്, പക്ഷെ ആ നേരത്തെ അതൊന്നും നടന്നില്ല. അങ്ങനെ കുട്ടി ഉണ്ടായി. അതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇത് പറയാം, പക്ഷെ എപ്പോഴും പ്രിവെൻഷൻ ഉണ്ടാവണം. നല്ല ആഗ്രഹങ്ങളാണ്. നടക്കില്ല, ചിലപ്പോ നടക്കും. അങ്ങനെയൊക്കെയാണ്. അടുത്തത് സ്പോയിൽഡ് റിലേഷൻഷിപ്സ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് വെച്ചിട്ടല്ല, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നീട് തോന്നിയാവോ അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ. മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റാത്തവരില്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ എല്ലാവരും ലിവിങ് ടുഗെദർ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബോയ്ച്ചയ്ക്ക് അങ്ങനെയുള്ള അതിനോടുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും? നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ ഈ കല്യാണം സമ്പ്രദായങ്ങളൊക്കെ അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് ശരിയായ ഒരു രീതിയായിട്ട് തോന്നുന്നില്ല. പിന്നെ സൊസൈറ്റിയാണ്, മതങ്ങളും കാര്യങ്ങളും അവരവരുടെ കൾച്ചറുണ്ട്, അവരവരുടെ കംഫർട്ട്. സൊസൈറ്റി അവരുടെ ജീവിതത്തിന് തെറ്റൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ അതൊക്കെ മേലെ നമ്മൾ അതൊക്കെ വിട്ടിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു ലൈസൻസ് കിട്ടിയ പോലെയാണ്. ഇത് നമ്മുടെ ആയി, നമുക്ക് ലൈസൻസായി. അടിമ എന്നർത്ഥമില്ല, എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും സമത്വം എന്നൊക്കെ പറഞ്ഞാലും അക്കാര്യത്തിൽ ആണുങ്ങളോട് ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് എനിക്കുള്ളത്. പെണ്ണുങ്ങളെ അവരുടെ താഴെ തന്നെയാണ് നിർത്തി. എല്ലാവരും അല്ലെങ്കിലും 99% അതൊക്കെ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടടി എന്ന് പറയും. ഭാര്യ ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാ എന്ന് പറയല് കുറവായിരിക്കും. അങ്ങനെ പറഞ്ഞാലത്തെ അവസ്ഥ സ്നേഹത്തിൽ പറഞ്ഞിട്ട് കൊടുക്കും എന്നും പറയാൻ പറ്റുമോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഓരോ ഭാഗത്തും അത് ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറയും, അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ്, കെടുക്കുമ്പോഴും നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ് എന്നൊക്കെ പറയും നമ്മൾ ജയിക്കാൻ വേണ്ടി. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും സമത്വം വേണം. സൃഷ്ടി ഒക്കെ ആണ് പെണ്ണ് ആയി എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇത് വേറൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്, ബോച്ചയുടെ അടുത്ത് നമ്മൾ ലിവിങ് ടുഗെദറിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ലിവിങ് ടുഗെദർ ആവുമ്പോ
ലൈസൻസ് ഇല്ല, രണ്ടുപേരും ഈക്വലാ. ആർക്ക് വേണേ ഇട്ടിട്ട് ആരെ വേണേ ഇട്ടിട്ട് പോവാം എപ്പോ വേണമെങ്കിലും. അപ്പൊ ഈക്വൽ സ്റ്റാറ്റസ്. മാത്രമല്ല എപ്പോഴും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പുതുമ നഷ്ടപ്പെടില്ല. എന്നും ഹണിമൂണാ. മറ്റേ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതും ആ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതിന് വലിയ ത്രില്ല് അങ്ങനെ കുറഞ്ഞു വരും. ഇതെന്നും അപ്പൊ ബോച്ചയുടെ ലൈഫിൽ ആവുമ്പോ ഗേൾഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബോച്ചയുടെ വൈഫ് ഇത് കാണുന്നുണ്ടാവില്ലേ? അപ്പൊ ബോച്ചയുടെ ലൈഫിലും പറയുന്നോണ്ട് എന്താണല്ലേ? പക്ഷെ എന്നാലും അവളെ ഗേൾഫ്രണ്ട് ആക്കാറുണ്ട് ആണല്ലേ? ഇടയ്ക്ക് മാത്രം. മറ്റേത് എന്നും ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടാ. ലൈസൻസ് ഇല്ലല്ലോ. കട്ട് തിന്നുമ്പോ ഒരു സുഖമുണ്ട്, ഒരു മറവ് ഉണ്ടാവുമ്പോ. അത് എത്രയായാലും അതിന്റെ ഒരു സുഖം വേറെ തന്നെയാ. അപ്പൊ അങ്ങനെ കട്ട് തിന്നിട്ടുണ്ടെന്നാണോ പറയുന്നത്? പിന്നെ എന്താ, ഞാൻ സത്യം പറയുന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു സുഖം മനസ്സിലായത്. പൊതുവേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, ഇത്ര ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യുന്നോണ്ട് തന്നെ. ഒരു വിവാഹിതനാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ കട്ട് തിന്നു എന്ന് പറയണ്ട് ബോച്ചി. അപ്പൊ അത് ഒരു നല്ല ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ നല്ലത് മാത്രമല്ല, ഞാൻ തെറ്റും ചെയ്യുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ തുറന്ന് എന്റെ ഒരു ക്വാളിറ്റി തെറ്റ് ചെയ്താൽ ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഞാൻ എല്ലാം തുറന്നു പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറയത്ത്. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. എല്ലാവരും മനുഷ്യനും ചോരയും നീരൊക്കെ ഉള്ളവരാ. അല്ലെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കണം. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഒന്നൊക്കെ തന്നെ. ആഗ്രഹങ്ങളില്ലാത്ത ആരൊക്കെ ഉണ്ട്. ചിലർ ഓപ്പൺ ആണ്, ചിലർ ക്ലോസ്ഡ് ആണ്. ഇത്രയുള്ള വ്യത്യാസമുള്ളൂ. എനിക്ക് പറയാനുള്ള ചങ്കുറ്റുണ്ട്, ധൈര്യമുണ്ട്. ആരും പേടിക്കുന്നില്ല. അതിന് വരും വരായികളൊക്കെ സഹിക്കാനുള്ള ചങ്കുറ്റും ധൈര്യമുണ്ട്. എന്ത് വന്നാലും സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. പൊതുവെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായം അഭ്യർത്ഥിക്കാനായിട്ട് സഹായം ചോദിച്ചാൽ പോലും ബോച്ചെ പൊതുവെ അങ്ങനെ നോ പറയുന്ന ഒരാളല്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആണോ? ശരിയാണോ? കഴിയാവുന്നത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാം കൊടുക്കാൻ പറ്റില്ല. ഒരു 7000 ചില്ലാൻ ആപ്ലിക്കേഷൻസ് വന്ന് കിടക്കുന്നുണ്ട്, അപേക്ഷകള്. കണക്കൂട്ടിയപ്പോ 5000 കോടി വേണം. സാധ്യമല്ല. അതില് ഓടിട്ട വീടാണ്, ടെറസാക്കി തരണം. അല്ലെങ്കിൽ എന്താ പറയാ, തമാശക്ക് പറയുകയാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതല്ല, നമ്മള് വല്ല ഓപ്പറേഷൻ, മരുന്ന്, ഭക്ഷണം, അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകൾ വെച്ചു കൊടുക്കും. പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബിസിനസിന്റെ ഇപ്പൊ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടിയിട്ടുണ്ട്. ഈ ബോച്ചേറ്റിയുടെ ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് കുറേശ്ശെ കാര്യങ്ങൾ ഇപ്പൊ ഡെയിലി ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് കൊടുക്കും. അപ്പൊ ഞാനിപ്പോ ബോച്ചയ്ക്ക് ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി. ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ടാസ്ക് തരാൻ പോവാണ് കേട്ടോ. ബോച്ച എല്ലാത്തിനും എന്താ നോക്കട്ടെ. ബോച്ച തന്നെ ഇതിനകത്ത് ഇത് ഇട്ടിട്ടുണ്ട്. ഇതൊരു വെറുതെ ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി. ഇതിനകത്ത് 100 ബോച്ച എടുത്തോ. അതിനകത്ത് എന്തോ ടാസ്ക് ആണ് സംഭവം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഷോയുടെ അടുത്ത സീസൺ മെയ് 15 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഷോയുടെ ഇനിയുള്ള 30 എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുമോ? ചെയ്യില്ല. തുറന്നു പറയുകയാണ്, ഞാൻ ചെയ്യില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഓടിട്ട പേര ടെറസാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും സാധ്യമല്ല നമ്മളെ സംബന്ധിച്ചിട്ട്. മാത്രല്ല, എനിക്ക് സ്പോൺസർ ചെയ്യേണ്ട പരസ്യത്തിന്റെ ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് പരസ്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ബോബി ചെമ്മണ്ണൂർ, അതായത് ചെമ്മണ്ണൂർ ജ്വല്ലറി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവോ എന്നാണ് പ്രൊഡ്യൂസർ ഉദ്ദേശിച്ചതെന്ന്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പം ചെമ്മണ്ണൂർ ജ്വല്ലറി ആവശ്യമില്ല, മറ്റുള്ളവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കുന്നേ ഉള്ളൂ. 300 കടകൾ ഫ്രീ ആയിട്ട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത കാർഡിലേക്ക് സ്വയം നമ്മള് ജഡ്ജ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ. അടുത്തതിലേക്ക് പോവാം. ഉണ്ടോ? ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്താലും നമ്മൾ നല്ലത് അങ്ങനെ ഇല്ല. പലരും ഉപജീവന മാർഗത്തിന്. ഇപ്പൊ ഞാന് ഒരു മഞ്ഞപത്രമുണ്ട്, എനിക്കെതിരെ പലതും ചെയ്യാറുണ്ട്. അയാൾ എന്നെ കാണുമ്പോൾ ചിരിക്കും. എനിക്കിത് എന്താണെന്ന് പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അയാൾക്ക് ജീവിക്കാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. എന്നെ പോലെയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറഞ്ഞാലേ കിട്ടുള്ളൂ. സാധാരണ വഴികൂടെ പറഞ്ഞ ആര് കേൾക്കാനാ? അപ്പൊ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗമാണ്. അതുകൊണ്ട് അവർ ജീവിക്കുന്നു. അപ്പൊ നമ്മളോട് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യമില്ല. എന്തിന്? കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരോട് എന്ത് വൈരാഗ്യം? അപ്പൊ അവർ ഉപജീവന മാർഗമാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ അത്ര സ്ട്രോങ് ഇല്ല. പിന്നെ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും വ്യക്തിവൈരാഗ്യമല്ല, അത് കോമ്പറ്റീഷൻ വരുമ്പോ ചിലവരുടെ ബിസിനസിന്റെ ഇത്തിരി ഷെയർ എടുക്കുമ്പോൾ അതുണ്ടാവും. ഇതിപ്പോ ചായ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ചായല ബോച്ചേറ്റി. അപ്പൊ കുറേശ്ശെ ഷെയർ എല്ലാവരും കുറച്ച് എടുക്കും.
ഒരാള് വരുമ്പോ എല്ലാവരും കുറച്ച് സ്പേസ് തരണ്ടേ നമുക്ക്. അപ്പൊ കുറച്ച് ശത്രുത ഉണ്ടാവും, അതൊരു വ്യക്തി വൈരാഗ്യമായിട്ടൊന്നും എടുക്കാൻ കാണുന്നില്ല. ഓക്കെ, ശരി, അടുത്ത കാർഡിലേക്ക് പോവാം. കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ലൈഫ് കാർഡ്സ് കഴിഞ്ഞു. താങ്ക് യു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹാപ്പിനെസ് ക്യാമ്പയിനിൽ ഇന്ന് നമ്മളോടൊപ്പം ശ്രീ ബോബി ചെമ്മണ്ണൂർ. ബോച്ചയുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു നിമിഷം ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം, ഇൻസിഡന്റ് എന്തെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഏറ്റവും സന്തോഷമായ ഇപ്പൊ ചോദിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റും, അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായതാണ് ഏറ്റവും വലിയ സന്തോഷം. ബാക്കി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുക എന്നത്, നമുക്കൊരു ജീവൻ കൊടുക്കാൻ പറ്റില്ല. അത് ഇതുവരെ ചെയ്ത പ്രവർത്തികളിൽ ഏറ്റവും, കാരണം അത് ജീവനായതുകൊണ്ട്, അല്ലാണ്ട് പൈസയോ മറ്റു സംഭവങ്ങളോ ഒന്നുമല്ല, അതൊരു ജീവനായതുകൊണ്ട് അതിന് മുൻകൈ എടുക്കാൻ, റോട്ടിലിറങ്ങി മുൻകൈ എടുക്കാൻ സാധിച്ചാൽ അതിയായ 100% സാറ്റിസ്ഫാക്ഷനും 100% ആത്മാർത്ഥമായി ഫ്രം ദ ഹാർട്ട് ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഏറ്റവും സന്തോഷം. ഓക്കെ, ഇപ്പൊ മൊത്തം ബോച്ചയുടെ കംപ്ലീറ്റ് എല്ലാ ഫേമിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്റ്റാഫ് ഉണ്ടാവും? അങ്ങനെ ഒരു കൗണ്ട് അറിയാമോ? ഡയറക്റ്റ് പെർമനന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ബിലോ 10,000 ആയിരിക്കും. പിന്നെ ഞങ്ങക്ക് ഇതുണ്ടല്ലോ, ഏജന്റ്സ് ആൻഡ് അങ്ങനത്തെ ഒക്കെ നോക്കിയാൽ ഒരു 1,00,000 മുകളിൽ ഉണ്ടാവും. ഇത് നല്ല ഒരു ഇത് തന്നെ. ഇനി നമ്മുടെ വേറെ പ്രോഗ്രാമിന്റെ ഏകദേശം എൻഡിലേക്ക് എത്തി. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു താളിയോലയാണ്. ഇതിനകത്ത് നമ്മളൊരു ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ബോച്ചയെ ഉറക്കെ വായിക്കണ്ട, മനസ്സിൽ വായിച്ചാൽ മതി. ആ പേഴ്സണാലിറ്റി ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ നമുക്കിവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരോട് ബോച്ചയ്ക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ചോദ്യം അവിടെ എഴുതാം. ആരാന്ന് പറയണ്ട, നമ്മുടെ ഓഡിയൻസിനുള്ള ഒരു സർപ്രൈസ് ആണ്. എന്താണ് ആ പേഴ്സണാലിറ്റിയോട് ചോദിക്കാനുള്ള ആ ഒരു എഴുതിയോ? ഓക്കെ, അപ്പം താങ്ക് യു, ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. അതായത് നമ്മുടെ എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മുടെ റേറ്റിംഗ്, നമ്മുടെ പ്രോഗ്രാമിന് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ എന്താണ് എന്നുള്ള ഇതിൽ അപ് ടു 5 സ്റ്റാർസിനുള്ളിൽ ബോച്ചയ്ക്ക് എന്താണ് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ, എങ്ങനെയാ, 1 സ്റ്റാർ ആണോ, 2 സ്റ്റാർസ് ആണോ, 3 സ്റ്റാർസ് ആണോ, 5 സ്റ്റാർസ് ആണോ, അത് ബോച്ച അതിലൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് പേരെഴുതി സ്റ്റാർ വരച്ച്, അല്ലെങ്കിൽ 5 സ്റ്റാർ എന്ന് എഴുതുമോ, അല്ലെ 4 സ്റ്റാർ, എന്താണ് ബോച്ചയ്ക്ക് വെച്ചാൽ അത് അവിടെ എഴുതി പേരെഴുതി ഒന്ന് സൈൻ ചെയ്യാം. മാർക്കർ ഓക്കെ. ബോച്ചെ, ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ പ്രോഗ്രാമിന് എത്ര സ്റ്റാർ തരുന്നു? ശരി, ചോദ്യമാണ്. 4 സ്റ്റാർ. 4 സ്റ്റാർ. ഓക്കെ, പേരെഴുതി സൈൻ ചെയ്തോ. ഓക്കെ, താങ്ക് യു. ഇരിക്കും. എന്തുകൊണ്ടായിരിക്കും 4 സ്റ്റാർസ് ഞങ്ങൾക്ക് തന്നു? 1 സ്റ്റാർ പോയി 5-ല്. എന്തായാലും ഞങ്ങളുടെ ഏത് ഭാഗത്താണ് നമുക്ക് ആ ഒരു കുറവ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ശരിക്ക് നിങ്ങൾക്ക് 5 സ്റ്റാർ തരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എപ്പോഴും ഒരു കുറവുണ്ടെങ്കിലാണ് അതിലേക്ക് കൂടുതൽ കയറി വരാൻ സാധിക്കുള്ളൂ. 5 സ്റ്റാർ തന്നാൽ നിങ്ങള് ഇനി എന്ത് ചെയ്യാനാ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നാൻ പാടില്ല. ആകാശം ഒരുപാട് ഉയരത്തിലാണ്, അതുകൊണ്ട് നമുക്ക് സ്കൈസ് ദ ലിമിറ്റ്. അതുകൊണ്ട് ഉയരെ 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 അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് 1 സ്റ്റാർ കുറച്ചിട്ടു എന്നുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ യൂഷ്വലി നമ്മളിപ്പോ പ്രോഗ്രാമിന് ഇങ്ങനെ ബോച്ചയെ പോലെ ഇങ്ങനെ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസത്തെ ഒരു സമയമെങ്കിലും കിട്ടും. അപ്പൊ ആ 2 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരുപാട് സർപ്രൈസ് എൻട്രികൾ ഉണ്ടാക്കാറുണ്ട്. സർപ്രൈസസ് നമ്മുടെ വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും നേരിട്ടും ഒക്കെ ആൾക്കാർ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരാറുണ്ട്. ഇന്നിപ്പോ ഈ ഷൂട്ട് ചെയ്യുന്നതിന് വെറും ഒരു 2 മണിക്കൂർ മുമ്പെയാണ് ബോച്ചയുടെ ഒരു ഉച്ചയായപ്പോഴാണ് കൺഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ട് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടെ റെഡിയാക്കി, അതുകൊണ്ടാണ് സർപ്രൈസ് എൻട്രീസ് ഒക്കെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കുറഞ്ഞു പോയത്. ഒരു 2 ദിവസം മുമ്പേ
ഇങ്ങനെയായിട്ട് ഇങ്ങനെ അല്ലാതായിരുന്നെങ്കിൽ എങ്ങനെ എന്ന് ഇക്ഷ നമ്മള് വരപ്പിച്ചേനെ. ഇക്ഷ എണ്ണ വരപ്പിച്ച് ഞങ്ങൾ കുറച്ചും കൂടെ നമ്മള് ഒരു ഇതാക്കിയാണ്. അവിടെ വെള്ളമില്ലാണ്ട് നീന്തേണ്ടി വന്നേ. എന്തായാലും ഒരുപാട് സന്തോഷം പോച്ചേ, ഒരുപാട് സന്തോഷം. ഇത്രയും ബിസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്, കോൺഷ്യസ്ലിയും അല്ലാണ്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്, അപ്പൊ ഫുൾ ടൈം നാളെ ഞാൻ ഇനി എന്ത് ചെയ്യണം ഇങ്ങനെ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ യു ജസ്റ്റ് കീപ് ഗോയിങ്, കീപ് ഓൺ ഗോയിങ്. ഇതേപോലെ തന്നെ നല്ല ഉഷാറായിട്ട് ആരും ഒന്നും ചോദിക്കാതെ തന്നെ അറിഞ്ഞു കണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ്, അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. റിയലി സ്മാർട്ട് യു ആർ. പലരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ. യു ആർ വെരി വെരി സ്മാർട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇദ്ദേഹത്തെ കുറിച്ച് തെറ്റിദ്ധാരണകളായിട്ടുള്ളതും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതും ഒക്കെ ആയിട്ടുള്ള കുറേ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളും കണ്ടുപോയിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് അതിന്റെ കാര്യങ്ങളിലെല്ലാം ഉള്ള ഒരു സത്യാവസ്ഥയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീണ്ടും കാണുന്ന അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്ന അതിഥി എന്ന് പറയുന്നത് ഇന്നത്തെ എന്താ പറയാ മലയാള സിനിമയിലെ നല്ല ചുറുചുറുക്കായിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ ഇതിൽ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഭയങ്കര എന്താ പറയാ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് എന്നൊക്കെ നമുക്ക് പറയാലോ, യൂത്തിനെ പ്രസന്റ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു താരം തന്നെയാണ് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ വരാൻ പോകുന്നത്. ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന ആ യങ് ഹീറോ ആരാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോ വീണ്ടും കാണാം.